ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും നമ്മുടെ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് ഭയങ്കര സന്തോഷത്തിലാണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്നൂടെ ആശംസിച്ചുകൊണ്ട്, ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. പോകാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കരനെയും അതുപോലെ തന്നെ മഹാദേവനും അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ശേഖറും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ശങ്കരനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ടും അപ്പം ശങ്കരനെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അനുനയിപ്പിക്കാൻ വന്ന് നിൽക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ശങ്കർ അതിനൊന്നും വഴങ്ങുന്നതേ ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നപ്പോഴത്തേനും വേഗം ശങ്കർ ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്നോട് ഒന്നും സംസാരിക്കേണ്ട, എൻ്റെ ഗൗരിയെ ഇവിടെ കൊണ്ടുവരാതെ ആരോടുമായിട്ട് ഒന്നും സംസാരിക്കാൻ എനിക്കില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛൻ്റെ കുട്ടിശങ്കരൻ ഗൗരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ എല്ലാവരോടും വഴക്കിടുക, ഇനി ഈ വീടുകളോടൊന്നും സംസാരിക്കില്ലല്ലേ, ഞങ്ങളോടൊക്കെ ഭയങ്കര ഇതിലായിരിക്കും കേട്ടോ, നിൻ്റെ ഗൗരിയെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് നിൻ്റെ ആവശ്യം അല്ലേ കുട്ടിശങ്കര എന്ന് ചോദിച്ചു. എന്നാലേ അച്ഛൻ്റെ മോൻ ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് നീ മനസ്സിലാക്കിക്കോ എന്ന് ചോദിച്ചു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെ മഹാദേവൻ കട്ടായം പറയാണ്. ഇതേ ഈ ചാരങ്ങാട്ട് മഹാദേവനെ വെല്ലുവിളിച്ചവളാ അവള്, അറിയാലോ നിനക്ക്. അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പം അച്ഛ എന്ന് വിളിച്ചു. മോനെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തട്ടെ, നിന്റെ ഡയലോഗിൻ്റെ സമയം വരുമ്പോഴേ നീ പറഞ്ഞു, അച്ഛൻ അതുപോലെ തന്നെ മിണ്ടാതിരിക്കാം, എന്താ പിന്നെ. പക്ഷേ ഇപ്പോൾ ഈ സമയം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിനക്ക് വേണ്ടിയിട്ട്, അച്ഛൻ്റെ കുട്ടിശങ്കറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഒന്നിനും കൊള്ളാത്ത ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഈ അച്ഛൻ തയ്യാറായത്. നിൻ്റെ മോളെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞു, നീ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞു, ഞാൻ കെട്ടിച്ചു കൊടുത്തല്ലോ, എന്താ ശരിയല്ലേ? എന്നിട്ട് അവൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. വേറെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ക്ഷമിച്ചേനെ, അതെന്തായെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒരു അച്ചാച്ചനാവാനുള്ള ആഗ്രഹത്തെ നീയും അവളും കൂടി ചേർന്നിട്ട് മുതലെടുക്കുക ചെയ്തത്. അമ്മാതിരി ഒരു പണി എന്നോട് കാണിച്ചിട്ടാകട്ടോ അവളെ ഞാൻ എന്താ പറയുക വേണ്ടാന്ന് വെച്ചത്, അവളെ ഞാൻ പുറത്താക്കിയത്. ഞാൻ ക്ഷമിക്കണോ എന്ന് ചോദിച്ചു. ഇല്ല കേട്ടോ, ഒരിക്കലും ചാരങ്ങാട്ട് മഹാദേവൻ ക്ഷമിക്കില്ല കേട്ടോ. നിന്റെ പെണ്ണിനോട് ക്ഷമിക്കണമെന്നോ, അതിനും എളുപ്പമുള്ള ഒരു പണിയുണ്ട് കേട്ടോ ശങ്കർ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാലേ അത് നീ അവളെ അങ്ങോട്ടേക്ക് അങ്ങ് മറന്നേക്ക്, പിന്നെ അവളുടെ പാട്ടിന് പോട്ടിടാം, എൻ്റെ ഒരു ഗവിരി എന്ന് പറഞ്ഞു. അച്ഛനെ എൻ്റെ ഗൗരിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ശങ്കർ കൈ കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടല്ലോ. അപ്പോൾ വേഗം നമ്മുടെ രാധ ആ കൈ പിടിച്ചിട്ട്, ആ മുറിയിൽ കൂടി ബ്ലഡ് വരുന്നുണ്ടല്ലോ, ഞാനൊന്ന് മരുന്ന് വെച്ച് തരാം ശങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഒരു മരുന്ന് വെക്കണ്ട, ഒരിച്ചിരി ബ്ലഡല്ലേ, അത് സാരമില്ല, അതിങ്ങനെ പൊയ്ക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. ഈ മുറിവിനേക്കാൾ വലിയ മുറിവ് എൻ്റെ മനസ്സിന് ഇപ്പം തന്നെയുണ്ട്. അച്ഛനോടും അമ്മയോടും ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ, ഗൗരി എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കേട്ടോ, ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഇവിടെ ഈ ഹോളിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, അമ്മയ്ക്കറിയത്തില്ലേ, ഇവിടെയായിട്ട് എന്നെ കിടത്തണം, മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് നന്നായിട്ട് കരയണം. നല്ല ഒറിജിനൽ കരച്ചിലാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ പാടില്ല. എൻ്റെ ബോഡി കാണാൻ വരുന്ന ആൾക്കാരുടെ ചങ്ക് പൊട്ടണം, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശങ്കർ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ, എപ്പോഴാണ് ഗുളികം വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ. എടാ കുട്ടിശങ്കരാ, എൻ്റെ മക്കളിൽ ഞാൻ നിന്നെ കുറച്ച് കൂടുതൽ സ്നേഹിച്ചു പോയി. ആ സ്നേഹം മുതലെടുത്തിട്ട് നീ പലതും ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. എൻ്റെ വേണിമോളുടെ കല്യാണം അടക്കം പലതും നീ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. ഇനിയുണ്ടല്ലോ, ഇനി അച്ഛൻ ആ കുഴി ചാടുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. അച്ഛൻ കട്ടായ ഒരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ പെണ്ണ് ഗൗരി ഇനി ചാരങ്ങാട്ട് വീട്ടിൽ കാലെടുത്ത് കുത്തില്ല. അച്ഛാ, അവളെൻ്റെ ഭാര്യയാണ്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യയെ വീട്ടിൽ നിറക്കി വിട്ട് അച്ഛൻ തന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. അച്ഛനത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ശങ്കർ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും, നിനക്ക് ചെയ്യാൻ പറ്റണൊക്കെ നീ ചെയ്യടാ,
പിന്നെ കാണുന്ന നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഗൗരി ഇങ്ങനെ പോകുമ്പം അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നന്ദിനി വന്നു. അമ്മ മാർക്കറ്റിലേക്ക് പോവാ, മോക്ക് എന്തെങ്കിലും വാങ്ങണം? എനിക്കൊന്നും വേണ്ടമ്മേ, അമ്മ സൂക്ഷിച്ച് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഓടി വരിക കേട്ടോ. നന്ദിനി അമ്മേ ഈ സഞ്ചിനെയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാ എന്ന് ചോദിച്ചു. മാർക്കറ്റിലേക്ക് പോവാ എന്ന് പറഞ്ഞു. മാർക്കറ്റിലേക്കോ എന്ന് ചോദിച്ചു. ഷോ അതെ, ഇവിടുത്തെ മാർക്കറ്റൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, പോയിട്ടുമില്ല. നന്ദിനി അമ്മ ഒരു കാര്യം ചെയ്യുമോ? നന്ദിനി അമ്മ തനിച്ച് പോകണ്ട, ഞാനും കൂടി വന്നോട്ടെ, എന്നെ കൂടി കൊണ്ടുപോവോ എന്ന് ചോദിച്ചു. പിന്നെന്താ, മോക്കത് ബുദ്ധിമുട്ടാവില്ല എങ്കിൽ അമ്മയുടെ കൂടെ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയും അതുപോലെ തന്നെ ആരതി നീക്കാണ്. എന്തൊട്ട് ബുദ്ധിമുട്ട്, എനിക്ക് മാർക്കറ്റിലേക്ക് പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സൂഹിക്കുന്നില്ല ഇത്. അതെ, ശക്തൻ മാർക്കറ്റ് നമ്മുടെ തൃശ്ശൂരിലെ, അത് നന്ദിനിയമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. എന്ത് മാർക്കറ്റാണെന്ന് അറിയോ? അത് സംഭവം അടിപൊളിയാട്ടോ, അതൊന്ന് കാണേണ്ട തന്നെയാ എന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂരിലെ കഥ പറയാണ്. അപ്പോൾ ഇത് കേട്ട ആരതിക്ക് സൂചിച്ചില്ല. ഇവിടുത്തെ മാർക്കറ്റ് അത്ര മോശമൊന്നും അല്ല എന്നൊരു തള്ളൂടെ തള്ളി. എൻ്റെ പൊന്നു മോളെ, ഇവിടുത്തെയൊക്കെ എന്തിട്ട് മാർക്കറ്റെന്നാണ് നീ പറയണത് എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ശക്തൻ മാർക്കറ്റാണ് മോളെ മാർക്കറ്റ്. നീയേ അത് വേറെ മാർക്കറ്റ് ഒന്നും കാണാത്തതിൻ്റെ കുഴപ്പമാണ്. അത് ശരിയാ, ഞാൻ കള്ളുഷാപ്പിലെ മാർക്കറ്റിലൊന്നും കയറി നടക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ആരതി എന്ന് വിളിച്ചു നന്ദിനിയമ്മ. നന്ദിനിയമ്മേ, മോളെ എന്തുട്ടായി പറഞ്ഞത്? കള്ളുഷാപ്പോ? എന്താ മോളെ നീ പറഞ്ഞത്? ഓ മനസ്സിലായി, ഞണ്ട് കറി. നീ എന്നെ അപ്പോൾ ഒന്ന് ഇരുത്താൻ നോക്കിയതാ അല്ലടി പട്ടുപാടക്കാരി എന്ന് ചോദിച്ചു. മോളുടെ അച്ഛൻ ജോലി ചെയ്യണ കോളേജിൽ പോണില്ലേ? അതുപോലെ തന്നെ കേട്ടോ ഞാൻ ഷാപ്പിലേക്ക് പോണത്. മോളെ വേണി, അവളെന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ എന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങാനൊന്നും നിൽക്കണ്ട, അതങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞു. നന്ദിനിയമ്മേ, ദേ നമ്മളെ എന്താ പറയുക, ഈ വയസ്സ് ഐറ്റം ഒന്നും എടുക്കില്ല കേട്ടാ, പക്ഷെ ഒരു കുഞ്ഞു ഡയലോഗ് പറഞ്ഞോട്ടെ നന്ദിനിയമ്മേ, ഒരു കുഞ്ഞു ഡയലോഗ് എന്ന് പറഞ്ഞു. വേണ്ട മോളെ, ഞാൻ പറയണ കേൾക്ക്, നീ എൻ്റെ ഒപ്പം മാർക്കറ്റിൽ വരുന്നതല്ലേ പറഞ്ഞത്? എന്നാൽ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ മോൾ അടുക്കള തേച്ചെന്ന് എന്തൊക്കെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങണമെന്ന് നോക്കിയിട്ടൊന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേണി പോകാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു വന്നു. മോളെ പട്ടുപാവാടക്കാരി, നിനക്കുള്ള റിപ്ലൈ ഡയലോഗേ ഞാൻ എന്താണെങ്കിലും പെൻഡിങ് വെച്ചിരിക്കാം, ഞാനത് തരൂട്ടാ, കറക്റ്റ് ടൈമിൽ തന്നെ നിനക്ക് ഞാനത് തരൂട്ടാ, നീ അത് താങ്ങിക്കോണം, മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് വേണി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നന്ദിനിയമ്മ ചോദിക്കണം, ആരതി നിനക്കെന്താ? വേണി ഒരു കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് നിൽക്കുക, നീയായിട്ട് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. അതിന് അമ്മയ്ക്കിപ്പോൾ ഞങ്ങളെ ആരും വേണ്ടല്ലോ, അമ്മയുടെ മോളാണല്ലോ ഇപ്പോൾ എല്ലാം എന്ന് ചോദിച്ചു. ആരതി, നീ അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഗൗരി. അമ്മ ചെയ്യുന്നതാണ് ശരി, അമ്മ ചെയ്യുന്നത് മാത്രം. നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്യേണ്ടതും സ്നേഹിക്കേണ്ടതും വേണീനെ തന്നെയാണ്. അപ്പോഴേ വേണിക്ക് സ്വന്തം വീടായിട്ട് തോന്നൂ, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നേരെ വേഗം വിഷുവോളൊക്കെ ഇട്ട് വന്നു കേട്ടോ. നന്ദിനിയമ്മേ, അതെ നമുക്ക് വേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എൻ്റെ ഫുൾ മൈൻഡിലുണ്ട് ഇട്ടാ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഇട്ടല്ലോ നന്ദിനിയമ്മേ എന്ന് ചോദിച്ചു. അല്ല മനസ്സിലായില്ലേ നന്ദിനിയമ്മയ്ക്ക്, നമുക്കിറങ്ങിയാലോ എന്ന്? എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നന്ദിനിയമ്മ നമ്മുടെ വേണിയും കൂട്ടിക്കൊണ്ട് നേരെ മാർക്കറ്റിലേക്ക് പോവാം. നന്ദിനിയമ്മേ, ഈ സഞ്ചിനിയൊക്കെ നന്ദിനിയമ്മ തന്നെ പിടിക്കണം കേട്ടോ, എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൈയൊക്കെ വീശി നടക്കണം, അതാ എനിക്കിഷ്ടം, അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. പോവാം നന്ദിനിയമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയമ്മ നമ്മുടെ വേണിമോളെയും കൂട്ടിക്കൊണ്ട് നേരെ പോവാം. ചേച്ചി കണ്ടോ, അമ്മ ഒരു ആവശ്യമില്ലാതെ വേണി ചേച്ചി കൂട്ടിക്കൊണ്ട് പോയത്, പോക്ക് കണ്ടില്ലേ, ഇത് നമ്മുടെ അമ്മയ്ക്ക് തന്നെ വിനയാവാനാ, കണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു. ആരതി, നീ എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? വേണി നിൻ്റെ ഏട്ടത്തിയാ, അത് നീ മറക്കല്ലേ. ഈ ഏട്ടത്തി ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഗൗരി ഏടത്തിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. മോളെ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അത് നല്ല ശീലമല്ല. ഇപ്പം പറഞ്ഞത് പോട്ടെ, ഇനി മേലിൽ മോളിത് ആവർത്തിക്കരുത് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു കുറച്ചു നേരം. എന്നിട്ട് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. വീട്ടിൽ ശങ്കർ വീണ്ടും വന്നിട്ട് ശങ്കറിന് കലി സഹിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല, എങ്ങനെയാണ് ഗൗരിയെ തിരിച്ചെത്തിക്കേണ്ടതെന്നും അറിയില്ല. ശങ്കർ ആകെ പരക്കം പായാണ്. അപ്പോൾ കൈ വന്നുണ്ടെന്ന് ചെയ്യുന്ന ചോദിച്ചാൽ കയ്യെ കെട്ടി വെച്ചിരുന്ന ആ മുറിവിൻ്റെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ആ പുറത്ത് കിട്ടിരുന്ന തുണിയെല്ലാം വലിച്ച് പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വേഗം ഫോൺ എടുത്ത് നമ്മുടെ പ്രൊഫസറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശ്യാം സാർ ഫോൺ എടുത്തു. ഹലോ ശ്യാം സാറേ എന്ന് വിളിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്യാം സാറേ, ഗൗരി എന്തിനാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണത്? ഞാനത് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ല 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 സംസാറേ, എനിക്കറിയാം കേട്ടോ. ഞാൻ വിളിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവളത് ചെയ്തിരിക്കണതെന്ന് എനിക്ക് നന്നായി അറിയാം കേട്ടോ. ഒരു ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സംസാറേ? നിങ്ങൾ കുറേ എഡ്യൂക്കേഷനുള്ള ആളല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നന്ദിനിയമ്മ ശ്യാംസാറിനോട് ഇമ്മാതിരത്തിലുള്ള ഉടായ്പ പരിപാടികൾ കാണിച്ചാൽ ശ്യാംസാറിന് സഹിക്കാൻ പറ്റുമോ? ശങ്കറെ, നീ ഇപ്പം എന്തിനാണ് വിളിച്ചത്? അത് പറ. ഞാനൊരു കാര്യം പറയാട്ടോ. എനിക്കെൻ്റെ പെണ്ണിനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഗൗരിയെ എനിക്ക് വേണം എന്നാ പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ പെണ്ണാവള്, ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയത്. ഇതിനെനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. ശങ്കർ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. മഹാദേവനെ കൂട്ടിക്കൊണ്ട് വരൂ. എന്നിട്ട് ഗൗരി എവിടുന്ന് കൂട്ടിക്കൊണ്ടു വെക്കോ? അത് ശ്യാംസാറേ, അതെന്ത് വർത്തമാനം ശ്യാംസാറേ ഈ പറയണത് എന്ന് ചോദിച്ചു. പണ്ട് ഇതുപോലെ തന്നെ ശ്യാംസാർ പറയണത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പെണ്ണാലോചിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടോ ഇന്ന് കാര്യങ്ങൾ വേറെ ആട്ടോ. ദേ, ഗൗരിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ എന്ന അച്ഛനല്ല. ഇതാ ഈ പറയുന്ന ഈ ശങ്കർ മഹാദേവനാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ശങ്കറെ, വെറുതെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശങ്കർ ഫോൺ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അയ്യോ ശ്യാംസാറേ, ഫോൺ കട്ട് ചെയ്തിട്ട് പോവല്ലോ കേട്ടോ. ഞാൻ പറയാനുള്ളതൊന്ന് പറഞ്ഞ് കഴിയട്ടെ എന്ന് പറഞ്ഞു. ശങ്കറെ, ഈ ഫോണിലൂടെ എത്ര നേരം സംസാരിച്ചാലും എന്താ പറയുക, മഹാദേവൻ വീട്ടിലേക്ക് വരാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരോടെയാണ് എൻ്റെയും ഗൗരിയുടെയും ലൈഫ് സ്പോയിൽ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ കോൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ശ്യാംസാറെ, ഒരേ ഒരു മിനിറ്റ് എനിക്കെൻ്റെ ഗൗരിയോടൊന്ന് സംസാരിക്കണം. എൻ്റെ ശ്യാംസാറേ. ദയവ് ചെയ്ത് അവൾക്ക് ഫോണൊന്ന് കൊടുക്കുമോ? ഇതൊരു റിക്വസ്റ്റായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ശ്യാംസാറേ, ഞാൻ അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം മോനെ എന്ന് വിളിച്ചു. നീ ഒന്ന് ഹോൾഡ് ചെയ്യുക, ഞാനിപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ചെന്നു. ദാ മോളെ ശങ്കര, അവന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എനിക്ക് വേണ്ടച്ചാ എന്ന് പറഞ്ഞു ഗൗരി. വാങ്ങിക്കുക. അങ്ങനല്ല മോളെ, നീ അവനോടൊന്ന് സംസാരിച്ച് നോക്കാം. അച്ഛനല്ലേ പറയണത്. ദാ സംസാരിക്കുക എന്ന് പറഞ്ഞു ഫോൺ കൊണ്ടേ ഗൗരിയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ വാങ്ങിച്ചു. വേഗം തന്നെ ഹലോ എന്ന് വിളിച്ചു. അതെ, ശ്യാംസാറിന് എൻ്റെ വേദന മനസ്സിലാവും. പക്ഷേ ഭാര്യയായി നിനക്ക് എൻ്റെ വേദനയും വിഷമോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പ്രതികാരം ചെയ്യാല്ലേ? എന്നെ വേദനിപ്പിച്ച് നീ സന്തോഷിക്കാല്ലേ? എന്തായാലും നീ സന്തോഷിക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ എന്നെ വഴക്കിടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്? ദേ, നമ്മുടെ കുടുംബത്തെ കാരണവന്മാർ പറയണത് പോലെ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. നമുക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മുടെ ഇടയിൽ രണ്ടാളുടെ മതിന്നേ. അത് എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാർക്കും അതൊന്നും ഒരു പ്രശ്നമാകേണ്ട കാര്യമേ ഇല്ല. ഗൗരി, നീ ചെയ്യണതൊന്നും നിനക്ക് നല്ലതിനല്ല, അത് നീ ഓർത്തോ. നിങ്ങൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളപ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫോണിലൂടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എപ്പോഴാണ് ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തിയത്? അപ്പം നിന്നെ അങ്ങനെയല്ല എൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയത്. നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല. അതാ നീ എന്നെ ഓർത്ത് വേദനിക്കുമ്പോൾ നീ എന്നെ ഓർത്ത് വേദനിക്കാതിരിക്കുന്നതും. ഭർത്താവിനെ സ്നേഹിക്കാൻ നീ എന്നാടി പഠിക്കണത്? ഞാൻ പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞ് ഗൗരി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും ശങ്കറിൻ്റെ കലിപ്പെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് കലിയിലിങ്ങനെ നിൽക്കുകയാണ്. ആ ഫോൺ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. എന്നിട്ട് അത് എറിഞ്ഞ് അങ്ങ് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ പെട്ടെന്ന് തന്നെ ശേഖർ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം രാധയും കൂടിയാണ് വന്നിരിക്കുന്നത്. മോനെ, ശേഖർ നിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? നീ എന്തിട്ടാടാ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കണത് എന്ന് ചോദിച്ചു. ഡോക്ടറെ കൊണ്ടുവന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ? ഈ മുറിവൊന്ന് ഡ്രസ്സ് ചെയ്താൽ നിനക്കിപ്പോൾ എന്താ സംഭവിക്കാതിരിക്കണത് എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടി ചെന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന ഒരു ചെടിച്ചട്ടിയും പൂടെ എടുത്തിട്ട് നേരെ ശേഖറിൻ്റെ തലക്ക് നോക്കി ഒരു ഒറ്റ അടി കൊടുത്തു. ശേഖർ, നീ എന്ത് കാണിച്ചത്? നിനക്കെന്ത് ഭ്രാന്തായോ? അയ്യോ, ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടറെ, എവിടെയാണ് കെട്ടണമെന്ന് ഒരു കെട്ടിയിട, ഇത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തുകൂടെ സമാധാനമായിട്ട് എന്ന് പറഞ്ഞു.
അയാൾ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശേഖറിൻ്റെ തലയിൽ നിന്ന് ചോര ഒഴുകുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ മഹാദേവൻ്റെ അടുത്തേക്ക് വന്നു. ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ കമല ഓടി വന്നു. അയ്യോ എന്താ പറ്റിയത്, മാറി നിൽക്കടി, അവൾ സഹതാപം കൊണ്ട് വന്നിരിക്കുന്നു. എടാ നീ എന്തിനാ കമലയോട് ദേഷ്യപ്പെടുന്നത്, എന്താ പറ്റിയത് നിനക്ക്? ചോദിച്ചു കേട്ടില്ലേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിൽക്കുമ്പോഴത്തേനും വേഗം തന്നെ പറയുകയാണ്, രാധേ ചോദിച്ചൊരു മറുപടി പറ, അനിയൻ എനിക്ക് തന്ന സമാധാനമാണ്. കുട്ടിശങ്കരനോ എന്ന് ചോദിച്ചു. അതെ, അച്ഛൻ്റെ കുട്ടിശങ്കരൻ തന്നെ. അവന് ഭ്രാന്തണച്ച എന്ന് പറഞ്ഞു. സ്വന്തം അനിയനാണെന്ന് വെച്ചൊന്ന് സ്നേഹിക്കാൻ പോയതാ, അതിന് കിട്ടിയ പണിയാട്ടോ, ഒരു ഒട്ടിൻ്റെ പണിയും. അപ്പോഴാണ് ഇറങ്ങി വരുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞോണ്ടാ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. ദേ എന്നെ വെറുതെ ഉപദേശിക്കാനോ ഉമ്മ വെക്കാനോ വരണ്ട കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ പെരുമാറുക. എന്നോട് ആരും സംസാരിക്കാനും നിൽക്കണ്ട, അതൊക്കെ നിങ്ങളുടെ ആരോഗ്യം കളയും കേട്ടോ, പറഞ്ഞേക്കാം. എന്നിട്ട് ഇവന്മാർ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നടത്തുകയാണ് നമ്മുടെ ശേഖറുടെ. അപ്പം തന്നെ അച്ഛനങ്ങ് പിടിച്ചു മാറ്റിയിട്ടോ, എന്തുട്ടോ ഈ കാണിക്കുന്നത്, മാറി നിൽക്കടാ എന്ന് പറഞ്ഞു. തെരുവ് പട്ടികളെ പോലെ രണ്ടുപേരും തമ്മിലടിക്കാനായിട്ട് നാണാവില്ലടാ കന്നാലികളെ എന്ന് ചോദിച്ചു മഹാദേവന് കാലി വന്നിട്ട് പാടില്ല. ഡാ സ്വന്തം ചേട്ടനെ തല്ലാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ കന്നാലി എന്ന് ചോദിച്ചു. ഓ നീ ഒരുത്തൻ കാരണം ദേണ്ട ഇപ്പോൾ ഉണ്ടല്ലോ ചാരങ്ങാട്ടിലെ വകല വിഷയങ്ങൾക്കും കാരണം. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇതേണ്ട ഇവരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കളയാനായിട്ട് ഇറങ്ങിക്കാണോടാ നീ എന്ന് ചോദിച്ചു. അപ്പോഴും ശങ്കർ ഇങ്ങനെ ഉണ്ടോ നിന്ന് കുറച്ച് നേരം കേട്ടോ. എൻ്റെ ഗൗരിയെ ഈ തിരിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെരുമാറുക, അതിൽ ഒരു സംശയം വേണ്ട. അവൾ എന്തിനാടാ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അതെ, വല്ല പൂജാമുറി കൊണ്ടുവച്ചിട്ട് പൂജിക്കാനായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, എടാ കന്നുകാലിയുടെ പോയത്, നീ കണ്ണാടി പോയെന്ന് നോക്കടാ നീ എന്ന് പറഞ്ഞു. എന്ത് പേയെ പിടിച്ച കോലമാടാ നിൻ്റേത്, നീ തന്നെ ഒന്ന് നോക്ക്. നീ എന്താ കരുതിയത്, നീ നേരത്തെ എന്ത് ചുള്ളനായിരുന്നടാ, ചെക്കനായിരുന്നടാ. എല്ലാം പോയിന്ന് മാത്രമല്ല, ഇനിയിപ്പം നീ എന്തൊട്ടിനാടാ നീ ആ പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ചാകുന്നത്? അവളെ നിന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ എന്ന് ചോദിച്ചോ. നിനക്ക് എന്തിനാടാ പിന്നെ അവളെ എന്ന് ചോദിച്ചു. അപ്പോഴും നിന്ന് കുറച്ചു നേരം. അവളെക്കാളും ഇരട്ടി ഭംഗിയുള്ള 100 എണ്ണത്തിനെ ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോന് കിട്ടും. അവൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ചേട്ടൻ്റെ നേരെ അവൻ കൈ ഓങ്ങിയിരിക്കുന്നു. അച്ഛാ, ഞങ്ങൾ മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, അതൊന്നും അച്ഛനും ഇവിടെയുള്ളവർക്കും ഒന്നും മനസ്സിലാവില്ല. ഗൗരി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞേക്കാട്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിച്ച് ശേഖരേട്ടന് കിട്ടിയത് വെറും സാമ്പിള് മാത്രം കേട്ടോ, സാമ്പിള്. ഇനി ഇതിനേക്കാൾ വലിയ വെടിക്കെട്ടാട്ടോ ഈ വീട്ടിൽ ഇനി നടക്കാൻ പോണത് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, നിൻ്റെ ഒരു ഗൗരിയുടെ കാര്യം പറഞ്ഞിട്ട് കുടുംബം നരകാക്കാല്ലേ നീ, എന്താടാ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ശരി, ഇനി നിനക്ക് ഇങ്ങോട്ട് ഇനി ഈ ചാരങ്ങാട്ട് വീട്ടിലേക്ക് അവളെ കൊണ്ടുവരണം അല്ലടാ എന്ന് ചോദിച്ചു. കൊണ്ടുവരാം, ശരിയാക്കി തരാം. ഇന്ന് തന്നെ ഞാൻ നിൻ്റെ പെണ്ണിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞു മഹാദേവൻ. എന്നിട്ട് മഹാദേവൻ അങ്ങ് പോയി. പിന്നെ കാണുന്നത് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പം മാർക്കറ്റിൽ രണ്ടുപേരുടെ ഇങ്ങനെ മീനും അതുപോലെ തന്നെ പച്ചക്കറിയും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വേണി ഇങ്ങനെ വെരുകു പിടിച്ച് അവിടെ ഇവിടെ കോടി നടക്കുക കേട്ടോ. അപ്പോൾ 3-4 അവന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നന്ദിനി അമ്മേനെ. ആൻറ്റി കൊള്ളാലോടാ, നേരത്തെ ഇവിടെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ, ഒന്ന് മുട്ടി നോക്കിയാലോ? വേണ്ട, നേരിട്ട് മുട്ടിയാൽ സീനാവും. അപ്പോൾ എന്താ വേണ്ടത്, നമുക്ക് നൈസായിട്ടൊരു സിഗ്നൽ കൊടുത്ത് നോക്കാം. ആൻറ്റിക്ക് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നറിയാമല്ലോ, അപ്പം സിഗ്നൽ കൊടുക്കാമല്ലേ, പിന്നെ നീ ധൈര്യമായിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഇവന്മാർ 3 പേരുണ്ട് കേട്ടോ. അമ്മമാരിങ്ങനെ ഷൂളം അടിച്ച് വിളിക്കുകയൊക്കെയാണ്. അപ്പോൾ വേണി അപ്പുറത്തിങ്ങനെ നിൽപ്പുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ച്. പക്ഷെ നന്ദിനിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മൈൻഡും ഇല്ലല്ലോ ആൻറ്റിക്ക്, ഒന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഇതൊക്കെ കണ്ടു. വേണി കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.